Second, only English, no Malayalam. Cow vigilance and beef restriction is affecting our hospitality service. Cow vigilance and അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. beef restriction is affecting Indian hospitality service. They can eat beef in their own country and come here, yeah. ഇതെന്ത് ഇംഗ്ലീഷാണ്? Don't. That is a cock and bull story. You didn't understand. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ. സംശയിക്കേണ്ട, ബീഫ് കഴിക്കുന്നതിൽ BJPക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ അതേയാൾ നീയാണോ? അതെ, ഞാനാണ്. അങ്ങനെ ഇഷ്ടഭക്ഷണം കഴിക്കാനുള്ള വ്യക്തിയുടെ അവകാശത്തിനൊപ്പം നിന്ന അതേയാൾ ഇപ്പോൾ പറയുന്നു ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികൾക്ക് ബീഫ് കഴിക്കണമെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. കേരളീയ ബീഫ് കഴിക്കുന്നതിൽ BJPക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് താൻ പറഞ്ഞു എന്ന വാർത്ത കെട്ടിച്ചമച്ചതാണ്. എന്താ അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഇപ്പോൾ നമ്മൾ കേട്ട വാക്കിലൂടെ പുറത്തു വന്നത് എന്താവും? നമ്മൾ വളരെ സില്ലി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ചയ്ക്ക് സമയം കൊടുക്കുക, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്ന് അയ്യപ്പദാസിനെ പോലെയുള്ള ആളുകളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിലെ പല മാധ്യമ സുഹൃത്തുക്കളും അന്ധമായ BJP മോദി വിരുദ്ധ കാഴ്ചപ്പാടുള്ളവരുണ്ട്. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് അവര് മോദി സർക്കാരിന്റെ ഭാഗമായിട്ട് UP സർക്കാർ അവിടെ UPയിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ ജനാധിപത്യം എനിക്ക് നഷ്ടപ്പെട്ടു, ജനാധിപത്യത്തിലുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് വിടുവായിത്തം പറയുന്ന ധാരാളം മാധ്യമ സുഹൃത്തുക്കളൊക്കെ കേരളത്തിലുണ്ട്. അവരുടെ കൂട്ടത്തിലല്ല അയ്യപ്പദാസ് താങ്കൾ. അതുകൊണ്ട് എനിക്ക് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് നിങ്ങൾ ഈ കേട്ട പോലെ ഇതൊരു കെട്ടുകഥയാണ്, ഞാൻ എന്റെ പേരിൽ മുമ്പ് കേട്ടത് ഒരു കെട്ടുകഥയാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് തമസ്കരിക്കണമെന്ന് താങ്കൾ പറയുന്നത് വിചിത്രമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. റിവേഴ്സ് പോകുമ്പോ ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു കമന്റ് ആണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കോക്ക് ആൻഡ് ബുള്ള് സ്റ്റോറി എന്നുള്ളത് അതിനിടയിൽ വന്നിട്ടുള്ളതാണ്, ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ് ആണ്. പിന്നെ ആ ചോദ്യം തന്നെ തെറ്റല്ലേ? ബീഫ് എവിടെയാണ് നിരോധിച്ചത്? ബീഫ് നിരോധിച്ചു കഴിഞ്ഞാൽ ബീഫ് നിരോധനം ടൂറിസം മേഖലയെ തകർക്കില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉത്തരം ക്ലിയർ ആയിരുന്നു. ഞാൻ ഫുഡ് മിനിസ്റ്റർ അല്ല, ഞാൻ ഭക്ഷണത്തിന്റെ മിനിസ്റ്റർ അല്ല, ഞാൻ ടൂറിസം മിനിസ്റ്ററാ. എന്ത് വേണമെങ്കിലും കഴിച്ചിട്ട് വരട്ടെ, ബീഫ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അത് സാധാരണമായിട്ടുള്ള, നിങ്ങൾ തന്നെ കാണിച്ചതിലുണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നത്, അത് സാധാരണമായിട്ടുള്ള ഒരു സംജ്ഞയിലെ ഒരു ഭാഷയാണ്. അതൊക്കെ എടുത്തിട്ടാണോ നമ്മൾ ഇത്ര ഗൗരവമായിട്ടുള്ള ചർച്ച ചെയ്യേണ്ടത്? കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് എന്റെ അവസാനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അവർ ചോദ്യം, മാധ്യമപ്രവർത്തകരുടെ ചോദ്യം തെറ്റാകട്ടെ, എന്താകണം അദ്ദേഹത്തിന്റെ മറുപടി? ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഇവിടെ ബീഫ് നിരോധനം ഇല്ലല്ലോ കുട്ടി എന്ന് തിരിച്ചു ചോദിച്ചാ പോരെ? അല്ല, കഴിച്ചിട്ട് വേണ്ടവർക്ക് കഴിച്ചിട്ട് വരണമെന്നാണ് പറഞ്ഞത്. എനിക്ക് വാസ്തവത്തിൽ അയ്യപ്പദാസ് ചിരി വരിക. കാരണം എന്ത് അദ്ദേഹം പറയണമെന്ന് അയ്യപ്പദാസ് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതെങ്ങനെയാണ് ബീഫ് നിരോധനം ഇല്ലല്ലോ താങ്കൾ പറഞ്ഞല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ വളരെ കൃത്യമായി എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ. എവിടെയാണ് ബീഫ് നിരോധനം? ഈ ചോദ്യം, ഈ ഉത്തരം, ഈ മറു ചോദ്യം ചോദിക്കാൻ കേന്ദ്രമന്ത്രിക്ക് എന്തേ പറ്റുന്നില്ല? അവിടെ തീർന്നില്ലേ? പിന്നെ നമുക്ക് ഈ മണിക്കൂറിൽ ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. അയാളോടല്ല, ഇയാളോടാ, ഈ നക്കി നായരോട്. ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം. അല്ല, ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തും കൊണ്ടുവരും. അത് കേരളത്തിലെ പ്രത്യേകതയാണ്. അയ്യപ്പദാസൻ, ഞാൻ നിങ്ങളോട് പറയണ്ട. പത്രോസേ, നീ എന്റെ മേൽ പള്ളി പണിയല്ലേ? വേസ്റ്റ് ആയതല്ലേ സ്ഥിരം അരച്ചുണ്ടയാക്കി കൊടുക്കുന്നേ. ക്രൈസ്തവ സഭകളും ക്രിസ്തുവും, മഹാനായ ക്രിസ്തുവും എന്താണോ ചെയ്തത് അതാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന് സ്വന്തം മകൻ കേശവൻകുട്ടി. ഞാൻ ചോദിക്കട്ടെന്ന്, ഇവിടെ നമ്മൾ ഇങ്ങനെ വല്ലാതെ പേടിപ്പിക്കുകയും ബീഫിനെ കുറിച്ച്, ക്രിസ്ത്യാനികളുടെ കാര്യം, മുസ്ലിങ്ങളുടെ കാര്യം, ക്രിസ്തുദേവൻ പോലും ബീഫ് കഴിച്ചിട്ടില്ല. അദ്ദേഹം പോലും ബീഫിനെതിരാണ്. എന്തിനാ നമ്മൾ ഇങ്ങനെ വല്ലാതെ ബീഫിന്റെ കാര്യം പറഞ്ഞ് ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ ഒക്കെ BJP വിരുദ്ധമാക്കുന്നത്? കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണ് അതിന്റെയൊക്കെ സായുധ വിപ്ലവം. ഇന്നത്തെ പത്രമുണ്ട്, ഇംഗ്ലീഷ് പത്രം. ആ പത്രത്തില് 4ാമത്തെ കോളമുണ്ട്. അല്ല, 4ാമത്തെ കോളമുണ്ട്. ജീവനോപാധിയായ നിയന്ത്രണം കൊണ്ടുവന്നത് ആരാണ്?
അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? മാധ്യമങ്ങളാണോ ഇവിടുത്തെ പ്രതിപക്ഷമാണോ കോടതിയാണോ? എന്റെ അയ്യപ്പദാസെ, നിയമം എല്ലാ കാലഘട്ടത്തിലുള്ള കന്നുകാലികളുടെ നിയമം 1966 വന്നതാ. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ആ നിയമത്തിൽ ഒരു അമെന്റ്മെന്റ് വന്നു. ആ അമെന്റ്മെന്റ് തെറ്റാന്ന് പറഞ്ഞ ഉടനെ തന്നെ സുപ്രീം കോടതി പറഞ്ഞ ഉടനെ തന്നെ സർക്കാർ പറഞ്ഞില്ലേ എന്ത് മാറ്റം വേണം വരുത്താമെന്ന് പറഞ്ഞില്ലേ? ആർക്കെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ഗൗരിയുടെ വിഷയം ശരിയല്ലേ? അല്ല ഒരു ആരാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയത്? കോടതി വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നുന്നുണ്ട്. ആരേത് ഭക്ഷണം വേണേ കഴിച്ചോട്ടെ. നിങ്ങൾ ഈ ബീഫ് എന്ന് പറയുന്നത് എന്തിനാ എന്റെ അയ്യപ്പദാസ? അതൊന്ന് നിർത്ത്. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. കേരളത്തിൽ ബീഫ് ഇല്ലല്ലോ. ബീഫ് കേരളത്തിലുണ്ടോ? എന്റെ അന്നമ്മോ, ഓൾക്ക് ഹൈപ്പർ ടെൻഷനാ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, തിരിച്ച് അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ എവിടുന്ന? ദുബായിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുമാ. അവര് വരുന്നത് എവിടെ വന്ന് ഇറങ്ങുന്നത്? കൊച്ചിയിലാണ്. എന്നിട്ട് അവർ വരുന്ന അങ്കമാലിയില. ഏറ്റവും കൂടുതൽ പന്നികളെ കൊല്ലുന്നത് അങ്കമാലിയില. നമുക്ക് കേരളത്തിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇതാ ഇവരൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അങ്കമാലിയിൽ പന്നിയൊക്കെ കൊല്ലണം, തീരുമാനിക്കാൻ പറ്റുമോ? അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പിന്നെ എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നത്? ആ ചോദ്യം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാ. ആ ലക്ഷ്യം ഉത്തരേന്ത്യയിലെ മാധ്യമക്കാർക്കുണ്ടാവാം, നമ്മളെയാണല്ലോ മച്ചമ്പി. അത് നമുക്കുണ്ടായിക്കൂടാ. കേരളത്തില് ബീഫ് നിരോധനമില്ല. കേരളത്തിലെ ആ മന്ത്രിയെ നമുക്ക് രണ്ടു കൈ കൂട്ടി സ്വീകരിക്കണം. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ വിഷയത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാ. ഞാൻ അല്ലല്ലോ ഈ കേരളം ഭരിക്കുന്നത്. ഞാനാണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടക്കൂല. പോയിട്ട് നാളെ വരാം.